ഹായ് ഫ്രണ്ട്സ്. ഹായ്. നമ്മളോട് ഇന്ന് രണ്ട് പുതിയ ന്യൂ ജനറേഷൻ രണ്ട് വ്ളോഗേഴ്സാണ്. അപ്പോൾ ഇതെൻ്റെ നെഫ്യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവരുണ്ട് നമ്മളോട്. ഇവർക്കും ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കാണാതെ പോയല്ലേ അത് വീണ്ടും ആക്റ്റീവ് ആയിക്കൊണ്ട് വരികയാണ് അവരത്. അപ്പോൾ നമ്മളിന്ന് കട്ടപ്പനയിലാണുള്ളത്. നമ്മളിവിടെ തൊട്ടടുത്തൊരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടുന്ന് ശരിക്കും വണ്ടൻമേട് പോകുന്ന വഴിക്കാണ് ആ സ്ഥലം. അപ്പം വണ്ടൻമേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കയറി പോകണം ആ വഴി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാന്ന് കേട്ടു. അപ്പോൾ പോയി നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് വരാം. നമുക്ക് വ്യൂ പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ. ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാനും പണ്ട് പോയതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ശരി വാ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചെറിയ രീതിയിലുള്ള ഹെയർ പിൻ വളവുകളാണ്. നമ്മൾ കട്ടപ്പന പുളിയമല റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിനി ബ്ലോഗറായ റേനും റോഹനുമാണ് ഇപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോഗ്രാഫി ഫുള്ള് പിള്ളേരെ ഏൽപ്പിച്ചേക്കാണ്. അടിപൊളിയായിട്ട് അതെ, വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് അല്ലേ റോഹനെ റേനെ? ആ പിന്നെ അല്ല, കണ്ടോ ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തട്ടിയില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. അയ്യോ, കണ്ടായിരുന്നോ പോയത്? എല്ലാം മറ്റേ ഇടിക്കാൻ വരുന്നല്ലോ എല്ലാരും വരുന്നേ. ഒന്നാമത്തെ കാര്യം ഇവര് എനിക്കറിയത്തില്ല, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകാര് അടുത്തൂടെ വന്നാലും വേറെ സ്പീഡൊന്നും കുറയ്ക്കുന്നില്ല അല്ലേ. അപ്പോൾ ഒരു വല്ലാത്ത രീതിയിലാണ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇവിടെ വരുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം അല്ലേ. ധൃതി പോകുന്നവരാണ് നമ്മൾ അങ്ങ് വഴി കൊടുക്കുക. അങ്ങ് വഴിയുടെ സൈഡ് ചേർത്ത് ഒതുക്കിയില്ലെങ്കിൽ തട്ട് കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഇത്ര നല്ല വളവായതുകൊണ്ടേ. ഇവിടെ ഇപ്പൊ ഇത്രയും ചൂട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. മഴയൊന്നും പെയ്തിട്ടില്ല. അല്ലെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉള്ള വഴിയാണ് ഇപ്പം. രാവിലെ ഉണ്ടായിരുന്നല്ലോ, രാവിലെ മഞ്ഞുണ്ടായിരുന്നു. അതെ അതെ, രാവിലെ മഞ്ഞുണ്ടായിരുന്നു. പിന്നെ പണ്ടൊക്കെ ഏത് സമയത്തും മഞ്ഞുള്ള വഴിയായിരുന്നു. ഇപ്പൊ ആണ്ട് നല്ല വെയിലൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ വളവുകളും തിരിഞ്ഞിരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോയിയാണ് നമ്മുടെ തൊട്ട് വായിക്കലുണ്ട് അല്ലേ. ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുവാണ്. റോങ്കുട്ടനാണെ കറങ്ങിയാണ് വീഡിയോ എടുക്കുന്നത്. 360 ഡിഗ്രി വീഡിയോ എടുക്കുന്നത്. ആ മല കണ്ടോ, ഭയങ്കര രസമാണ്. അവർ ഈ വഴിയാണേലും കുറച്ച് ഭീകരമാണ് കേട്ടോ. ഏത് മലയാണ് നിങ്ങൾ കയറിയിട്ടുള്ളത്? ഈ മലയുടെ മേളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് വഴിയുണ്ട് ഇതിന് മേളിൽ കയറാൻ. അതിലേ കയറി ഇതിന്റെ ഏറ്റവും മേളിൽ കയറാം. അപ്പൊ ഇത് ഇവിടെ എല്ലാം കാണാം അല്ലേ? ആ, പണ്ട് ക്രിസ്മസിന്റെ സമയത്ത് പുൽക്കൂട് ഉണ്ടാക്കാൻ പുല്ല് എത്താനൊക്കെ ഞങ്ങൾ അതിന്റെ മേളിലൊക്കെ കയറിയിട്ടുണ്ട്. അടിപൊളി. അങ്ങോട്ടാ ഈ വഴിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പ്രകൃതി രമണീയത. നമ്മുടെ കർമേലിയ റിസോർട്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബാപ്റ്റിസം ഫംഗ്ഷൻ ഒക്കെ നടന്നത്. ഇവിടെ പുളിയമല അല്ലേ? ആ, പുളിയമല അല്ല, വണ്ടൻമേട് പുളിയമലയുടെ ഇടയ്ക്ക്. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാരും അതിനകത്ത് തയ്ക്കാൻ കഷ്ടപ്പെടുവാറോ. എന്റെ ചെവിയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നല്ലോ. ഒരു മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ സൈഡില്. അതെ, ഒരു മെമ്പർ അവിടെ ഇരിപ്പുണ്ട്. വേറെ മെമ്പർ ഇപ്പുറത്തിരുന്ന് കുട്ടി മെമ്പർ അവിടെ ബേബി സീറ്റിൽ നിന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ വഴി കാണാനായിട്ടല്ലേ. ഇതിനും ഡ്രൈവ് വന്നാൽ മടുക്കയറാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ റിസോർട്ട് കർമേലിയ. നല്ല റിസോർട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നത്. ഇതിന്റെ നല്ലൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഡിന്നറിനും പറഞ്ഞല്ലേ ഇവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്. അടിപൊളി ഒരു വൈബുള്ള നല്ല സൂപ്പറാണ്. ഏലക്കാടിന് നടുക്ക്. അതെ അതെ. ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ ഡെയിലി ബൈക്കുമായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. എത്ര ഭംഗിയുള്ള വഴി കൂടെ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഇടുക്കിയിലെ മറ്റേ ഒത്തിരി വഴികളൊന്നും നല്ല കാണാൻ നല്ല രസമാണ്. നമ്മുടെ ഓസ്ട്രേലിയയിലെ അല്ലേ ഓരോ സവർബിലേക്കൊക്കെ പോകുമ്പോൾ വഴിയൊക്കെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നല്ല രസം. മറ്റൊരു റിസോർട്ടിൽ ഏലക്കാടുകളും മറ്റേ തേയിലയുടെ ഇതൊക്കെ അല്ലേ. അപ്പൊ ഈ കാണുന്ന ചെറിയൊരു ജംഗ്ഷനാണ് വണ്ടൻമേട് എന്ന് പറയുന്നത്. പക്ഷെ വണ്ടൻമേട് ഭയങ്കര പോപ്പുലറാണ് അല്ലേ. ഈവൻ നിങ്ങൾ സിനിമയിലും കാര്യങ്ങളെല്ലാം ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഇത് മെയിനായിട്ട് ഇവിടുത്തെ ഒത്തിരി പ്ലാന്റേഷൻസ്, അതുപോലെ തന്നെ റിസോർട്ടുകൾ, തേയില, ഏലം, അങ്ങനെയൊക്കെയാണ് ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടൻമേടിന് താഴെ വണ്ടൻമേടിൻ്റെ ഒരു ജംഗ്ഷൻ വരും. നമുക്ക് നേരെ പോകാം. നേരെ പോയാലാണ് നമ്മൾ ഈ പറഞ്ഞ വ്യൂ പോയിന്റ് ഉള്ളത്. ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ. ഒരു വണ്ടിക്ക് പോകേണ്ട വീതിയുള്ളൂ ഇവിടെ. ഇതുണ്ടോ ഈ വഴി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റിലേക്കുള്ള വഴി. കുഞ്ഞു വഴിയാണ് കേട്ടോ. ശരിക്കും നല്ല രസമാണ് ഇതിലെ ഡ്രൈവ് വരാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് ബാക്കി എല്ലായിടത്തും ഭയങ്കര വെയിലുള്ള സമയത്ത് നോക്കി ഇവിടെ. പിന്നെ നമ്മൾ നല്ല ടോപ്പിലാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
കുഞ്ഞു ഇറങ്ങിയ കാര്യമല്ലേ ചിലപ്പോൾ അതിന് പ്രഷർ വേരിയേഷൻ്റെ അതെ. അല്ലേ. ഈ വഴിയുടെ സൈഡൊക്കെ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര നല്ല വഴി അല്ലായിരുന്നു. എങ്ങനെയുണ്ട് കാണാൻ ഇവിടെ? നല്ല രസമുണ്ടായിരുന്നു. ആ വളരെ ഇപ്പം അങ്ങോട്ട് വളവ് തിരിഞ്ഞു വന്നപ്പം മറ്റേ ഏലക്കാടൊക്കെ നിൽക്കുന്നത് നല്ല നല്ലതല്ലേ? രസമാണ് കാണാൻ. എങ്ങനെയുണ്ട് ഈ വഴി കാണാൻ? മോളെ പ്രയാനെ വഴി എങ്ങനെയുണ്ട് ഈ വഴി? അടിപൊളി. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പാവം റോഹൻകുട്ടനാണെങ്കിൽ ഇവിടെ വീഡിയോ എടുത്ത് മടുത്തു. റോഹൻ അവൻ്റെ മാക്സിമം സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവൻ നമുക്കങ്ങ് ഊട്ടിയിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ഇത് നോക്കി ഈ ഒരു വ്യൂ എവിടെ കിട്ടും? എന്ത് ഭംഗിയാണ്. ചൂടുമില്ല, നല്ല ഭംഗിയില്ല കാണാനായിട്ട് വഴി. വണ്ടി തിരക്കുകളില്ല. ഞാൻ പറഞ്ഞു ഇതിനെ നമുക്കൊരു ഡ്രൈവ് പോകാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാം. പക്ഷെ മൊത്തം മരമാണല്ലോ. ഡ്രോൺ എങ്ങനെയാ മേളിലേക്ക് പറഞ്ഞു നോക്കി. നല്ല രസമല്ലേ വഴി കാണാൻ. ഞാൻ ഇടയ്ക്ക് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബസ് മാത്രം ഈ റൂട്ടുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ അതേ കയറി വരുമായിരുന്നു. ഈ റൂട്ടിൽ കൂടെ തിരിച്ച് കോളേജിൽ നിന്ന് വന്നോണ്ടിരുന്നത്. എങ്ങനെയുണ്ട് കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ വരുമ്പോൾ തന്നെ നമ്മള് യാതൊരു ടെൻഷനും ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് എല്ലാം ഇടിക്ക് ഭയങ്കര ഇഷ്ടം, കാണാൻ ഭയങ്കര ഇഷ്ടം. നല്ല ഭംഗിയല്ലേ ഇവിടെ കാണാൻ. നമുക്ക് ഇവിടെ എവിടെയും ഒതുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് ഐസ്ക്രീം പോകുന്നു. അയ്യോ എനിക്ക് ഐസ്ക്രീം വേണമായിരുന്നു. ഐസ്ക്രീം അത്ര സുഖമില്ലെന്ന് തോന്നുന്നുണ്ട്. പണ്ടത്തെ മറ്റേ ഐസ് പോലത്തെ അങ്ങനത്തെ തോന്നുന്നു. ഇത് പക്ഷെ നല്ല രസമുണ്ട് ഡ്രൈവ്. ഇതെന്നെ ഇവര് ചാക്കി കെട്ടിട്ടേക്കുന്നേ. വഴിക്കടെ വേസ്റ്റ് മോശം നോക്കി. ഇത്രയും നല്ല സൗന്ദര്യമുള്ള വഴിയിലേ. കാരണം ഇവിടെ ആൾക്കാരൊക്കെ കുറവല്ലേ. നേരെ കൊണ്ട വേസ്റ്റ് കളഞ്ഞിട്ട് പോയേക്കാം. എല്ലാം വേസ്റ്റ് കളഞ്ഞിട്ട് പോയേക്കാം. ഇനി നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഫുൾ തമിഴ് ആൾക്കാർ അവിടെ ഉള്ളത്. അപ്പം ഫുള്ള് തമിഴ്നാട് സെറ്റപ്പാണ് ഇങ്ങോട്ട് കയറിയത്. കാര്യം കേരള എന്ന് പറഞ്ഞാലും ഇത് ഫുൾ തമിഴ്നാട് സെറ്റപ്പാണ് ഇവിടെ. അമ്പലം നല്ല ആൾക്കാരാട്ടോ. പക്ഷേ അപ്പം നമ്മളിങ്ങനെ ഇതിനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. നല്ല വ്യൂ, നല്ല വഴി. നമ്മളിപ്പോൾ എത്രത്തോളം ഹൈറ്റിലാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എറണോളെ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തേരം ഹൈറ്റിലായിപ്പോൾ നിൽക്കുന്നതേ. അതാണ് ഇവിടെ ശരിക്കും നല്ലൊരു ക്ലൈമറ്റും വേറെയാണല്ലേ. ഫുള്ള് നല്ല ക്ലൈമറ്റ്. വഴി കുഞ്ഞ് വീതിയില്ലാത്ത വഴിയാന്ന് പറഞ്ഞാൽ നല്ല ടാർ ചെയ്ത് നല്ല വഴി കേട്ടോ. കണ്ടില്ലേ? കറക്റ്റ് ഒറ്റ വണ്ടിക്ക് പോവാം. ഒരു SUV-ക്ക് പോകാനുള്ള വലുപ്പമുണ്ട് കറക്റ്റ്. ഐസുകാരാണല്ലോ. എനിക്ക് അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഉത്സവമല്ലോ. നമുക്ക് വേറെ മേടിക്കാം. വേറെ കടയിൽ നമുക്ക് മേടിക്കാം. ഇതുണ്ടോ ഫുൾ തമിഴ്നാട് സെറ്റപ്പ് അല്ലേ. നോക്കി ഒരു മിനി തമിഴ്നാടല്ലേ നിങ്ങളിവിടെ കാണുന്നത്. ഇതുണ്ടോ ആൾക്കാരെ നോക്കി. നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. ഇതുണ്ടോ പഴയ കോളാമ്പി ട്യൂബിലൈറ്റ് തൂക്കിയിട്ടേക്കുന്നുണ്ടോ സൈഡിക്കടെ പരിപാടിയൊക്കെ നടക്കുമ്പോ. രാത്രി നല്ല നല്ല രസമായിരിക്കും. വൈകിട്ട് വേണേ ഒന്നുകൂടെ വരാൻ വേണം. ചുമ്മാ ഡ്രൈവര് നല്ല രസമല്ലേ. ഒന്നാമത്തെ കാര്യം തിരക്കില്ലേ. എന്ത് ശാന്തമായിട്ട് നമ്മൾ ഇത്ര നേരം വന്നു നോക്കി. ഒന്നുമില്ല, ഒരു വണ്ടി മാത്രം. നല്ല 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 മരങ്ങളും. എവിടെയെങ്കിലും ഒതുക്കാനൊരു സ്ഥലമുണ്ട് നമുക്ക് നിർത്തിയിട്ടേ. നമുക്ക് രണ്ട് വ്യൂ പോയിന്റ് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. വ്യൂ പോയിന്റിലേക്ക് ഇനി കുറെ ദൂരം ഉണ്ടോ? ഇല്ല, ഇതിപ്പോ നമ്മളിപ്പം കട്ടപ്പന അപ്പുറത്തെ വഴിയല്ലേ കയറിയത്. നമുക്കിനി തിരിച്ച് ഈ വഴി ഒന്നും പോകണ്ട. നമ്മൾ ഈ വഴി ഇറങ്ങുന്ന നേരെ കട്ടപ്പനയ്ക്ക് ഇറങ്ങും. റൗണ്ട് പോലെ കിടക്കുക. നമ്മളിപ്പം ഉച്ച കഴിഞ്ഞാൽ കട്ടപ്പന ചെല്ലും. അതാണ് അധികം മടുക്കാത്തൊരു ഡ്രൈവ്. പക്ഷെ നല്ല വ്യൂ ഉണ്ട് താനും. ഓക്കെ, നമുക്കിവിടെ ഡ്രോൺ ഒന്ന് പറത്തിയിട്ട് ഡ്രോണിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഞങ്ങൾ വണ്ടി ഇവിടെ ഈ സൈഡിലൊന്ന് നിർത്തി. പോകട്ടെ, നമ്മൾ നിർത്തിയ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ. അപ്പം നമുക്കൊരു ഡ്രോൺ ഷോട്ട് കണ്ടു നോക്കാം ഇവിടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ലുക്കുണ്ടോ ഒന്ന് പറത്തി നോക്കാം.
അപ്പം നമ്മളെ ചെറിയൊരു ഡ്രോൺ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കരുതുന്നു. അയ്യോ വണ്ടി. അപ്പം അതെ, നമ്മുടെ ചെറിയ ഡ്രോൺ വ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കരുതുന്നു. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കവിടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒതുക്കാൻ അധികം വീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നു. ഇവിടെ തീരെ വീതിയില്ല വഴിക്ക്, പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളി കേട്ടോ. അപ്പോൾ ഇടുക്കിയിലുള്ളതൊക്കെ ഒക്കെ ആണെങ്കിൽ അറിയാം, വണ്ടമേട്ടിൽ നിന്ന് നേരെ മാലി വഴി കട്ടപ്പനയ്ക്ക് പോയാൽ മതി. നിങ്ങൾക്ക് ഈ അതിമനോഹരമായ റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. ഒതുക്കി കൊടുത്താൽ ഞാൻ എന്ത് ഭംഗിയുള്ള റൂട്ടാണിത്. വെറുതെ നീ മരങ്ങൾ നീങ്ങി നോക്കി, ഭയങ്കര രസോട്ടോ കാണാനായിട്ട്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ് വ്യൂ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ സ്ഥലമുണ്ട്, നമുക്ക് ഒന്നുകൂടെ ഒതുക്കി ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടേ പോകുന്നുണ്ട്. പയ്യെ ഉറക്കമൊക്കെ കഴിച്ചിട്ട് തന്നെ എണീറ്റിട്ടുണ്ട്. ഇല്ല റോനെ, റോനെ ചിരിച്ചു കാണിക്കണോ? റോനെ റയാനെ ചിരിച്ചു കാണിക്കുന്നുണ്ട്. ചേട്ടായിമാരെ മതി അവർക്കിപ്പോ അല്ലേ? എണീറ്റേപ്പുള്ളൂ. കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. മോഹന്റെ വീഡിയോ എടുത്തിട്ടൊരു ആട്ടം ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, വളർന്നു വരുന്ന യൂട്യൂബറാണ്. ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപയുടെ ഒരു പള്ളിയാണ്. ഇവിടെ കുർബാനയൊക്കെ ഉണ്ട്. അവിടെ കട്ടപ്പനപ്പള്ളി വരാൻ പാടുള്ളവർക്ക് വരാനായിട്ട് മേട്ടുക്കുടി. ഇതിൻ്റെ അപ്പുറത്ത് കാണാറ് നമ്മുടെ വ്യൂ പോയിന്റ്. നമുക്ക് നോക്കാം. ഇതാ വ്യൂ പോയിന്റ്. എല്ലാവരും നോക്കിയോ, ഈ കാണുന്നത് താഴെ പള്ളിയൊക്കെ കാണുന്നുണ്ടോ? നമുക്ക് ഇവിടെ നിർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിക്കും ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് താഴെ അങ്ങ് താഴെ നല്ല പള്ളികളും പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ശരിക്കും ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഇവിടെ വണ്ടി നിർത്തിയത് മോശമാണ്, വളമൊക്കെയാണ്, വണ്ടിയൊക്കെ കയറി വരുന്നത് കണ്ടില്ലേ. ഞാൻ നിങ്ങളെ വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ വെയിലായി തുടങ്ങി. കുഞ്ഞിനെ കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അതുകൊണ്ട് പോകുന്ന വഴി ഞങ്ങളെ ബാക്കി കാണിക്കാം. പരുന്തൊക്കെ പറക്കുന്നുണ്ടല്ലോ മേളിക്കടെ. നല്ല ഹൈറ്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ഹൈറ്റാണുള്ളത്. ഡാമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് അതെ, ആ കാണുന്ന കേട്ടോ ഡാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇടുക്കി ഡാമിലെ വെള്ളമാണ് നിങ്ങൾ ആ കാണുന്നത് എത്ര അകലെ. നല്ല രസമാണ് കേട്ടോ. വെയിലില്ലായിരുന്നു ഇവിടെ ഇറങ്ങാമെന്ന് കുറച്ച് നേരം. ഇവിടുന്ന് വണ്ടിയെടുത്ത് കുറച്ചൊക്കെ മാറി നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തി നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പയ്യെ നീങ്ങാം അങ്ങോട്ട്. ഞാൻ നിങ്ങളെ ഡാമിൻ്റെ വ്യൂ ഒന്നുകൂടെ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് ഇടുക്കി ഡാം. നല്ലപോലെ കാണാൻ പറ്റും. വ്യൂ പോയിന്റ് ആണ് നമ്മളെ. ഡാമൊക്കെ കാണാം. ഡാമും വ്യൂ പോയിന്റും ഒക്കെ ഇവിടെ കാണാം അല്ലേ? അങ്ങോട്ടാ ഡാമൊക്കെ. വണ്ടി ഒതുക്കണമെങ്കിൽ ഇവിടെ വെക്കാം. അതെ, നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വെക്കാം. വണ്ടി കുറച്ചുകൂടെ താഴെ കൊണ്ടേ ഒന്ന് ഒതുക്കി. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നല്ല വ്യൂ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പള്ളിയും അങ്ങനെ ഡാമും ഒക്കെ കാണാം. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ആ പള്ളിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടില്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. എനിക്ക് ഒന്നെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈകിട്ട് വരുവാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ കാണാൻ പറ്റും. അവിടെ എന്തോ റിസോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. മലയുടെ മേളിൽ കയറി ഇപ്പുറത്ത് വഴി മല ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ മല ഇറങ്ങി നേരെ നമ്മൾ താഴേക്ക് വരുന്നത് കട്ടപ്പനയിലേക്കാണ്. ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ഡ്രൈവാണ്. കുറച്ച് ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഒരു ചായ കുടിക്കാൻ വരാം ഈ മലയുടെ മേളിൽ അല്ലേ. നല്ല രസമാണ് കേട്ടോ. കാരണം വഴി വീതി കുറവാണെന്ന് പറഞ്ഞാലും നല്ല വഴിയാണ്. പിന്നെ തിരക്ക് ഭയങ്കര കുറവാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ ആരും അധികം അറിയപ്പെടാതെ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇടുക്കി ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിലെ വരിക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വണ്ടമേട് വന്നിട്ട് വണ്ടമേടിന് മാലി വഴി കട്ടപ്പനയ്ക്ക് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് വഴി നിങ്ങൾക്ക് വരാൻ പറ്റും. വന്ന വഴി കൂടെ അല്ല, പുതിയ പുതിയ ഓരോരോ വഴികളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഈ വഴി വരുന്നവരൊക്കെ മസ്റ്റായിട്ട് ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു ഡ്രൈവ് വേറെ കാഴ്ചകളൊന്നും അല്ല, നല്ലൊരു ഡ്രൈവ് അല്ലേ.
നമ്മൾ മലയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തെത്തി. അവിടെ വലിയൊരു മലയുണ്ട്. അതെ. ആ മല തന്നെയായിരുന്നു നമ്മളവിടെ. അല്ല, ഇത് വേറെ മല. ഇതൊന്ന് കാണിച്ചു കൊടുത്തോ അവനെ. വേറെ മല കേട്ടോ, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വേറൊരു ഭയങ്കരമായ മല. എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയും ഡ്രൈവും, കാര്യം ചെറിയൊരു വീഡിയോ ആണെങ്കിലും എല്ലാവരും ഇതിലെ വരുന്നവരൊക്കെ പോകേണ്ട ഒരു വഴിയാണ് കേട്ടോ. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം മറ്റ് അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.